ഞങ്ങൾക്ക് 28 കൗൺസിലർമാരുള്ളത്. അത് 18 പേരെ തിരഞ്ഞെടുത്ത് അയക്കുന്നത് ഇവിടുത്തെ പ്രവാരി എന്ന് പറയുന്ന കോഴിക്കോട്ടുകാരനാണ് രഘുനാഥാണ്. ഭിന്നിപ്പിക്കുന്ന ഒരാളെയും യോജിപ്പിക്കാൻ ആൾക്ക് കഴിവില്ലാത്ത ഒരു പ്രവാരി, അതാണ് ഈ പാലക്കാട് നശിപ്പിച്ചത്. രഘുനാഥിന് എന്താണ് ഒരു പൊട്ടാൻ? കൗൺസിലർമാരെ പുറത്താക്കുമ്പോൾ ആരും പേടിപ്പെടുത്തൊന്നും വേണ്ട. സെൻട്രൽ കമ്മിറ്റി വന്നോണ്ട് JP നഷ്ടം വന്നോണ്ട് നാം പറഞ്ഞു കൊടുക്കാം. ശിവരാജ് ഞങ്ങളുടെ മുതിർന്ന നേതാവാണ്. അദ്ദേഹം അങ്ങനെ പറയുമെന്നുള്ള വിശ്വാസം എനിക്കില്ല. ആരും ഉറങ്ങിയിട്ടില്ല, എല്ലാവരും ഉറക്കൊഴിഞ്ഞിട്ടുള്ള പ്രവർത്തനം തന്നെയായിരുന്നു നടത്തിയത്. അങ്ങാടി തോറ്റാൽ അമ്മയോട് എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ട് കാര്യമില്ല. സ്ഥാനാർത്ഥി നിർണയത്തിൽ പാളിച്ച വന്നു എന്നുള്ളത് വളരെ സത്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. നഗരസഭാ കൗൺസിലർമാരുടെ ഭാഗത്ത് നിന്ന് വീഴ്ചയുണ്ടായെന്ന് ആര് പറഞ്ഞു? നിങ്ങൾ മാധ്യമങ്ങൾ പറയണതല്ലേ. അത് വിശ്വസിക്കാനുള്ള അത്ര പൊട്ടണമൊന്നുമല്ല ഞാൻ. അത് വയനാടായാലും പാലക്കാടായാലും ചേലക്കരയായാലും എല്ലാവരും ചേർന്നാണ് തെരഞ്ഞെടുപ്പ് നടത്തിയതെങ്കിലും പ്രാഥമികമായ ഉത്തരവാദിത്വം സംസ്ഥാന അധ്യക്ഷന് തന്നെയാണ്. എൻ്റെ പ്രവർത്തനത്തിൽ എന്തെങ്കിലും വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഓഡിറ്റ് ചെയ്യപ്പെടണം, ഓഡിറ്റ് ചെയ്യപ്പെടും. തുല്യ നിന്ദാ സ്തുതിർ മൗനി എന്ന് കേട്ടില്ലേ? കുറേ ആൾക്കാർ സ്തുതിക്കുമ്പോൾ പൊങ്ങാനും കുറേ ആൾക്കാർ നിന്ദിക്കുമ്പോൾ താഴാനുള്ളതല്ല ഞങ്ങളുടെ നിലപാട്.